വിശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവമക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തെരുവീഥിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. പരിലസിക്കും സ്വർണ്ണത്തെരുവീഥിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേൻ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേൻ, എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. എടുത്തോ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുടുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതിന്റെ വിശുദ്ധ നിവാസത്തിൽ തന്നെ സന്തോഷിക്കുന്നു. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങി പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുടുങ്ങി. അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഒഴുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദീർഘമാകുന്നു. വരുവിൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീരിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുകയും ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വേണ്ട യാത്രയിൽ അല്പമപ്പം അല്പമപ്പം വിശത്തിൻ സ്വൽപ്പമെല്ലാം
സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഈ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. ഈ സ്വദേശം കർത്താവേ ഹല്ലേലൂയ. ഓരോ ദിവസവും കർത്താവെ മുന്നോട്ട് കർത്താവെ അതിൻ്റെ സമാപനത്തിലേക്ക് കടന്നു പോകുന്നു. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അങ്ങയുടെ വരവിന് മുമ്പ് ഹല്ലേലൂയ മരിക്കുന്ന വിശ്വസ്തർ ഹല്ലേലൂയ ജീവിച്ചിരിക്കുന്നവരേക്കാൾ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്നുള്ള അങ്ങയുടെ വാഗ്ദത്തത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദുഃഖാർത്ഥരായിരിക്കുന്ന ഭവനത്തിലെ പ്രിയമുള്ളവർ, കർത്താവെ അങ്ങയുടെ ദാസൻ കുടുംബം, കർത്താവെ ഹല്ലേലൂയ അതിൻ്റെ സഹോദരങ്ങൾ, പിള്ളേരെ പ്രിയമുള്ളവരെല്ലാവരെയും ഈ രാവിലെ സമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശുശ്രൂഷയുടെ അവസാനം വരെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും സഹായവും കരുതലും കർത്താവെ പ്രിയമുള്ളവർക്ക് അങ്ങ് കൽപ്പിച്ച് നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ജോൺ മാത്യു പാസ്റ്ററിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ അനവധി ക്ലേശങ്ങൾ കർത്താവ് തന്നെ അനുഭവിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ അവിടുത്തെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല വീഴ്ചകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ ഹല്ലേലൂയ ഉള്ളങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രിയമാതാവിൻ്റെ വേർപാടിൽ മനം നൊന്ത് കർത്താവെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന പ്രിയമുള്ളവരെ അവിടുത്തെ സ്വർഗീയ ശാന്തി കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പസമയം കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെയും കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഉച്ചയ്ക്ക് കർത്താവെ ഫ്യൂണറലിൻ്റെ അല്ലെങ്കിൽ ക്രമീകരണങ്ങളൊക്കെ കർത്താവെ തക്ക സമയത്ത് നടക്കുവാൻ കർത്താവ് സഹായിക്കണം. ഹല്ലേലൂയ. കൃപയോട് സൂക്ഷിക്കണം.
तेरे पवित्र नाम का ആക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരികീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെ, രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ കൃത്യങ്ങളെ നിന്റെ മുമ്പിൽ ഞങ്ങളുടെ രഹസ്യഭാവങ്ങൾ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിയുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും. और जितने दिन प्रभु ने उनके जीवन में दिया था, या जीवन बिताते वक्त प्रभु के सेवकाई के लिए अपने बच्चों को प्रभु में सेवकाई में आगे बढ़ाने के लिए उनके हाथ था। वे परमेश्वर को धन्यवाद करते हैं। आज उसका सोमवार को प्रभु के पास प्रभु ने उनको अनंत विश्राम के लिए बुला लिया। कई तरह की तकलीफें, कई तरह के दुख उनका जीवन में था जो हमारी आंखों से हम देख नहीं सकते थे, लेकिन खुदा ने वो दुख देखने के लिए हमें मौका नहीं दिया। अभी अनंत विश्राम के लिए स्वर्ग में उनको बुला लिया है। परमेश्वर को धन्यवाद करते हैं। उनकी अंतिम अभी यहाँ से यात्रा के लिए प्रार्थना करें। सीने चर्च चौक बाजार में अभी उनको ले जाया जाएगा उस बातों के लिए और मौसम के लिए। आने वाले सारे लोग समय पर वहाँ पहुँचना और सारी व्यवस्था परमेश्वर करके दे। और आखिरी अंतिम समय उनको दफन करने के लिए परमेश्वर संदेश लिखते हैं, माटी का शरीर माटी में मिल जाएगा। वैसे ही अंतिम आदि समय में प्रभु के दास लोगों को प्रभु सहायता करे। खास इस परिवार के लिए प्रार्थना करें, उनको दिला को शांति दे। माई कर प्रार्थना में करे और आखिरी आशीष वचन बोल करके बाकी शरीर को सीधे चर्च को लेके जाए। अपने परिवार के लिए, अपने कुटुंब के लिए, तेरे राज्य के लिए, मंडली के लिए, कलीसिया के लिए एक बड़ा आशीष का कारण ठहरा प्रभु जी। और आज उन्हें प्रभु बड़े प्रेम से, बड़े चाह से अपने बाहों को फैलाए, तूने स्वर्गलोक में ग्रहण कर लिया प्रभु। आज परमेश्वर पिता हम सब परिवार मिलकर खुशी से प्रभु जी इनका फाइनल गुड बाय हम करने जा रहे प्रभु। मैं प्रार्थना करता हूँ आज का दिन प्रभु जी एक आशीषमय दिन रहे प्रभु। जीवन यहाँ से सेना चर्च जाने का समय तेरा ब्लड प्रोटेक्शन को मैं हर एक के ऊपर बोलता हूँ। ट्रैवल करेंगे प्रभु, अलग अलग मीन से, अलग अलग जगहों से प्रभु हर एक को प्रभु समय में पहुँचने में मदद कर। आज का प्रभु जी होम गोइंग सर्विस एक ग्लोरियस सर्विस होने एक ऐसा समय, टाइम ऑफ डेडिकेशन प्रभु जी, एक समय जहाँ हम तेरे गुडनेस को, तेरा फेथफुलनेस को अपने जीवन में याद कर सके प्रभु जी। और यदि आज का दिन कोई अपने जीवन को जो तुझसे पीछे जा रहा फिर से तुझ में समर्पण करने को आज का दिन ये फ्यूनरल सर्विस किसी के लिए एक उद्धार का समय हो जाए, रेस्टोरेशन का समय हो जाए, ब्लेसिंग का समय हो जाए, रिपेंटेंस का समय हो जाए। मैं प्रार्थना करता हूँ हर एक सेवक के ऊपर अभिषेक को बोलता प्रभु जी। आज प्रभु जी इस मीटिंग को संचालन करते प्रभु जी, फ्यूनरल सर्विस के लिए, इवन बरियल ग्राउंड के लिए मैं प्रार्थना करता प्रभु जिस जगह पे भी तेरा एंजल्स एंजेलिक प्रोटेक्शन को मैं बोलता राजा। सब कुछ प्रभु जी शुरू से लेकर अंत तक ग्लोरियस ब्लेस्ड होने में प्रभु तुम मदद कर। जैसे इस कुटुंब के हमारा आदरणीय पास्टर के लिए मैं प्रार्थना करता हूँ, प्रिया आंटी के लिए प्रार्थना करता हूँ, इस कुटुंब के साथ जुड़े हुए जितने लोग हैं प्रभु जी उन सबों के लिए मैं प्रार्थना करता प्रभु जी। दुख के समय में तेरा दिलासा, तेरा कंफर्ट, तेरा पीस, तेरा जॉय हर एक के ऊपर बनने का प्रभु जैसा बात का हम भी जैसा मम्मी प्रभु एक एग्जाम्पल, एक गोल्ड मॉडल जीवन जी कर संसार को छोड़ा, उसी लेगेसी को लेकर प्रभु जी हम आने वाले पीढ़ी में, आने वाले जनरेशन में प्रभु तेरा प्रेम को गहराई से बांट सके। आज के पूरे दिन को तेरा हाथ में समर्पण करते हुए इस फैमिली में तेरा कंफर्ट को बोलते हुए राजा प्रार्थना मांगता हूँ बस यीशु नासरत के नाम से। हमारा ये देश
प्रभु के हजूरी में चला गया है। हमें बड़ी दुख है, लेकिन परमेश्वर का वचन जैसे बताता है जो मनुष्य पृथ्वी पर आता है उसको जाना पड़ता है, और धन्य है वो जो प्रभु में सो जाते हैं, वो अपना प्रतिफल पाएंगे। ये परमेश्वर को धन्यवाद करता है। समय की कमी के कारण से प्रभु के दास जॉनसन बॉम्बे से आए हैं और वो भजन संगीता से बात करेंगे। शामिल करेंगे। കരയുന്നു നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത് ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം എത്തുന്നേ ഞാൻ എൻ നാഥന്റെ ചാരെ പിറ്റേന്നൊപ്പമുണർന്നിടാം. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ ആരടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടു ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോയി. ആദിയാദികൾ അന്യമായി കർത്താവ്. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുമേ.
ഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളമാനന്ദിക്കുന്നേ. തുള്ളിക്കളിച്ചെന്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളിക്കളിച്ചെന്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിപ്പാൻ ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധിക്കാതെ പോയതിൽ വിഷമമുണ്ട്. കഴിഞ്ഞ 80 വർഷക്കാലം ഈ ഭൂമിയിലായിരിക്കാൻ മമ്മിക്ക് ദൈവം സഹായിച്ചു. മമ്മിയുടെ 3 ആൺമക്കളിൽ രണ്ടാമത്തെ മകനാണ് ഞാൻ. ചെറുപ്പം മുതലേ ഞാൻ അറിയപ്പെടുന്ന അമ്മമോനെന്നാണ്. മമ്മിയെ വിളിക്കുമ്പോഴും മമ്മി സംസാരിക്കുമ്പോഴും അതെന്നോട് പറയുകയുണ്ടാവും, അമ്മമോൻ. അതിന് കാരണം എനിക്ക് മമ്മിയുടെ മുഖച്ഛായ തന്നെയാണ് എന്നുള്ളതാണ്. മമ്മിയുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മമ്മി ആരോഗ്യകരമായ പ്രയാസങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴൊക്കെയും ഞങ്ങൾക്കും ചെറുപ്പത്തിൽ വളരെ പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും മമ്മിക്ക് ഇത്രയും ദീർഘായുസ് ദൈവം കൊടുത്തതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. മക്കളെയും ചെറുമക്കളുടെ മക്കളെയും കാണുവാനുള്ള ഭാഗ്യം ദൈവം മമ്മിക്ക് കൊടുത്തു. ഞങ്ങളുടെ പിതാവിൻ്റെ വേർപാടിന് ശേഷം മമ്മി ഒറ്റയ്ക്കാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസം തരുന്നതിലും ഞങ്ങൾ ദൈവാശ്രയ ബോധമുള്ളവരായി വളർത്തുന്നതിലൊക്കെയും മമ്മി വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്നു. ആത്മീയ കാര്യങ്ങളിൽ മമ്മിക്ക് വളരെ താല്പര്യത്തോടെ എല്ലാ കാര്യങ്ങളും, ഒരൊറ്റ മീറ്റിംഗ് പോലും മമ്മി മുടക്കത്തില്ല. അതുപോലെ ഏത് വിഷയവും മമ്മിയോട് പറഞ്ഞാൽ മകളെ പ്രാർത്ഥിക്കുക, മമ്മിയും പ്രാർത്ഥിക്കാം എന്നെപ്പോഴും പറയും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് ഫലവത്തായിട്ടുണ്ട്. അനേക അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ കുടുംബമായിട്ട് നാട്ടിൽ വന്ന് മമ്മിയോടൊപ്പം ചില ദിവസങ്ങളായിരുന്നു. ആ സമയത്ത് വളരെ നേരം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും മമ്മി പ്രാർത്ഥിക്കുകയുണ്ടായി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അതുപോലെ മരിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് മമ്മിയോടൊപ്പം ആയിരിക്കാനും സഹോദരങ്ങളോടൊപ്പം മമ്മിയെ ശുശ്രൂഷിപ്പാനും എനിക്കും എൻ്റെ മൂത്ത മകനും അതിന് സാധിച്ചു. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മാനുഷികമായി പറയുമ്പോൾ മാതാവിൻ്റെ വേർപാട് വളരെ ദുഃഖമുളവാക്കുന്നതാണ്. എങ്കിലും ആ ഉയർപ്പിൻ പൊൻപുരിയിൽ എൻ്റെ മമ്മിയെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശ എന്നെ ഭരിക്കുന്നു. സമയത്ത് മമ്മിയെ ശുശ്രൂഷിക്കുന്നതിൽ എൻ്റെ മൂത്ത സഹോദരനും കുടുംബവും കാണിച്ച ആ താല്പര്യത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ആ സഭയും കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും ഞാനിപ്പോഴും കടപ്പെട്ടവരാണ്. അതുപോലെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ തകർപ്പിക്കും. Praise the Lord. I am one of Amiti's grandchildren. My name is Jasmine. I just want to share some of my favorite memories with Amity. I'd say the first and one of my favorites is just my childhood memories with Amity. I know when I was little, I was quite kushali. I often got in trouble with my parents, and anytime they would come to give me a adi or
pitch or something, I would always run behind Amachi, saying, Amachi! And I would always get behind her back and take refuge in. She would say, "Oh, carpet," and tell my parents it's okay, and defend me. And I thought it was so sweet of her. And another memory I have is that whenever she would come to the house, she would always have some snacks or some kind of sweets, and that was just such a sweet thing for her to do. And I know she loved us so much, and I'm so grateful that we had a grandmother like that. We were fortunate to get to spend some more time with her when she visited the U.S. Fortunately, Ajinjat and my brother and we got to explore Houston downtown and the aquarium, and that was a lot of good memories. And also as a family, we got to go to prayer meetings and the NACOP convention with our uncles and cousins, and that was also a beautiful time for us. And again, like my dad was saying, we were able to visit Gujarat last year and spend even more time with her, and go out and eat and just spend some quality time with her. And we're really grateful for that time God gave us. But while we'll miss her, I'm also happy and excited knowing that we'll see her once again in heaven. Thank you. Praise the Lord. ഇന്ന് ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് എനിക്കും ഒരു സാവകാശം ഒരുക്കി തന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടെ കടന്നു വന്ന് ശുശ്രൂഷയിൽ പങ്കുചേരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ സാധിച്ചില്ല. ദൈവഹിതമെന്ന് ഞാൻ അറിയുന്നു. അവിടെ മമ്മിയുടെ രണ്ടാമത്തെ മരുമകളായിട്ടാണ് ഞാനവിടെ അന്നത്തിൽ കടന്നു വരുന്നത്. വന്ന ആ ദിവസം മുതൽ ഇതുവരെയും മമ്മി എന്നെ ഒരു മകളെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു. അമ്മയുടെ ആ സ്നേഹത്തെ ഞാൻ എപ്പോഴും ഓർക്കും. എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെയുള്ള സ്നേഹം എനിക്ക് മമ്മിയിൽ നിന്ന് ലഭിക്കാനിടയായി. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, മമ്മയുടെ കൂട്ടുള്ള സ്വഭാവം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ. വളരെ താഴ്മയും വളരെ വിനയമുള്ളൊരു മമ്മിയായിരുന്നു ഞങ്ങൾക്ക്. മമ്മിയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ എപ്പോഴും പറയാറുണ്ട്. ഞങ്ങൾ നാട്ടിലായിരുന്നപ്പോൾ മമ്മിയുമായിട്ട് ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ പോകാനും എനിക്കും മമ്മിയുമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യാനൊക്കെ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾക്കും മമ്മി ഒരു നല്ല അമ്മച്ചിയായിട്ട് ആയിരിക്കാൻ മമ്മിക്ക് സഹായിച്ചു. എല്ലാത്തിനും മമ്മിയോട് എനിക്ക് സ്നേഹവും നന്ദിയും കടപ്പാടുമുണ്ട്. മമ്മി കടന്നുപോയതിൽ എനിക്ക് വിഷമമുണ്ടെങ്കിലും ആ നിത്യതയിൽ കാണാമെന്നുള്ള പ്രത്യാശയിൽ ആയിരിക്കുന്നു. ദൈവമക്കൾ ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. Hi everyone, my name is Joachim. I'm Amachi's youngest grandchild. Amachi was a great blessing in our lives. I especially remember her calling me whenever I have exams or on special occasions like my birthday to pray for me. We will miss Amachi deeply, but we find peace in knowing that we'll be reunited one day. Love you, Amachi. Hi everyone, my name is Jonathan, and to all my dear family gathered here, I want to express my deepest condolences. We're all feeling the profound weight of this loss, but I hope we can find comfort in the beautiful life our Amachi led and the incredible impact she had on each of us. Amachi was the heart and soul of our family, of course, and growing up in India, she made my childhood so special, whether it was the weekends spent at her home or the love she poured into each of the breakfasts and lunches she made for me. But more than anything, she taught us the power of faith. Her unwavering prayer life was the foundation of our entire family, keeping us strong. That connection didn't stop when I moved to the States either. And in fact, getting to host her here in the States and spend time together in America are memories I'll cherish for the rest of my life. I always knew I was wrapped in her prayers, and I know that love will continue to guide us even more now. Miss you, Amachi. പ്രൈസ് ദി ലോർഡ്. ഈ അവസരത്തിൽ എന്തു പറയണമെന്ന് അറിയില്ല. മമ്മിയുടെ നല്ല ഓർമ്മകൾ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ 26 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ മമ്മിയോടൊപ്പം
ജീവിക്കുവാൻ ദൈവം എനിക്ക് ഒരു അവസരം തന്നു. മമ്മിയുടെ പ്രാർത്ഥനാ ജീവിതവും മമ്മിയുടെ സ്നേഹവും വാത്സല്യവും കരുതലും എല്ലാം ഞാൻ ഒത്തിരി അനുഭവിച്ചു. മമ്മിയുടെ കാര്യം പറയുവാണെങ്കിൽ മമ്മിയുടെ ജീവിതത്തിൽ ഞാനൊരു നിമിഷം പോലും മമ്മിയുടെ മുഖം കറക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു നിരാശ വാക്കുകൾ പറയുന്നതോ ഞാൻ മമ്മിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. മമ്മിയുടെ പ്രാർത്ഥനാ ജീവിതം എന്നെയും എൻ്റെ കുടുംബത്തിനും വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. മമ്മി എന്നും പറയുന്ന ഒരു വാക്കുകളുണ്ട്, ഞാൻ എന്നും കുഞ്ഞുങ്ങളോടും സംസാരിക്കും. മമ്മി പറയുമായിരുന്നു, മമ്മിയുടെ 3 കുഞ്ഞുങ്ങളെ ഓർത്ത് മമ്മി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളും, അതുപോലെ മക്കളെ നമുക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ പോകാൻ പറ്റത്തില്ല, പക്ഷെ നമുക്കൊന്ന് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾ പോകുന്ന വഴിയിൽ ദൈവത്തിന്റെ സൂക്ഷിപ്പുണ്ടാകണമേ. മമ്മി ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മമ്മിയുടെ മക്കളെ സ്കൂളിൽ വിടുമ്പോഴും കോളേജിൽ വിടുമ്പോഴും. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായപ്പോഴും എന്നോട് പറഞ്ഞു തന്നൊരു വാക്കതാണ്, മോളെ നീ ദൈവത്തോട് പറയുക, ദൈവം അവരെ പരിപാലിക്കും, ദൈവത്തിന്റെ സ്നേഹവും കരുതലും ഒക്കെ അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ആ വാക്കുകൾ എന്നും ഞാൻ ഞങ്ങളുടെ റൂമിൽ പറയാറുണ്ട്. നന്ദിയല്ലാതെ ഒന്നുമില്ല. മമ്മിയുടെ കഷ്ടതയില്, മമ്മിയുടെ പ്രയാസത്തില്, മമ്മിയുടെ സന്തോഷത്തിലും ഒക്കെ പങ്കുചേരുവാൻ ഞങ്ങൾക്കും ദൈവം അവസരം തന്നു. ഈ സമയത്ത് ഞാൻ നന്ദി പറയേണ്ട 2 പേരുണ്ട്, ജോയിച്ചാനും ചേച്ചിയും. ഞങ്ങളുടെ സാന്നിധ്യത്തില് അവര് മമ്മിയെ നോക്കുവാൻ അവർക്ക് ദൈവം ഒരു വലിയ ഒരു അനുഗ്രഹം അവർക്ക് കൊടുത്തു. എല്ലാ രീതിയിലും മമ്മിയെ പരിപാലിപ്പാൻ അവർക്ക് ദൈവം കൊടുത്ത ആ കഴിവിന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങളുടെയും ഞാൻ നന്ദി പറയുകയാണ്. ജോയിച്ചാൻ ഈ സമയത്ത് അവിടെ ആയിരിക്കാൻ ദൈവം അവസരം കൊടുത്തു. ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ല, എന്നാലും നിധിയിൽ കാണാം എന്നുള്ള വലിയൊരു പ്രത്യാശയുണ്ട്. നന്ദിയോടെ മമ്മിയുടെ എല്ലാ ഓർമ്മകളും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. മമ്മി എപ്പോഴും ചർച്ചിലൊക്കെ സാക്ഷ്യം പറയുമ്പോഴൊക്കെ ഒരു പാട്ട് പാടുമായിരുന്നു. സർവ്വ നന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടമായ ആ പാട്ട് എപ്പോഴും മമ്മി പാടുമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ആ പാട്ടുകൾ പാടാറുണ്ട്. മമ്മി തീർച്ചയായിട്ടും മമ്മിയുടെ വിടവ് തീർക്കുവാൻ ആർക്കും പറ്റത്തില്ല. എന്നാൽ നിത്യതയിൽ കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങളുമായിരിക്കുന്നു. Praise God. My name is Janet. I am one of Amachi's grandson. Talking about Amachi was a blessing in my life, especially during my childhood years. She helped raise me, and she really taught me the value of prayer and the importance of trusting in God in every season of life. Amachi was definitely a blessing in my life. We will definitely miss her. I got the opportunity to visit her this past week, and that time was such a blessing in my life. I got to spend some quality time with her. We will definitely miss her, but we have that hope that we'll see her again in that other shore. മരണം നിശ്ചയമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. ഞാൻ പാസ്റ്റർ M.A. വർഗീസ്, ജോവാനയുടെ ഡാഡിയാണ്. മരണത്തെക്കുറിച്ച് പ്രിയ അമ്മച്ചി കർത്തൃസന്നിധിയിൽ കഴിഞ്ഞ ദിവസം ചേർക്കപ്പെടുവാനിടയായി. മരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 3 ഭക്തന്മാർ മരിക്കുന്നതിന് മുമ്പ് പ്രസ്താവിച്ച പ്രസ്താവനകൾ വളരെ ചിന്തനാതീതമാണ്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 21 വാക്യം. യാക്കോബ് മരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇതാ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. 2, 50 അധ്യായം 24 വാക്യത്തിൽ യോസേഫ് മരിക്കുമ്പോൾ പറഞ്ഞതാ, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും.
3 പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പ്രസ്താവനയാണ്. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം. ഈ 3 പ്രസ്താവനകൾ വളരെ ചിന്തനാതീതമാണ്. യാക്കോബ് പറഞ്ഞത്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളോട് കൂടിയിരിക്കും. പ്രിയ അമ്മച്ചി കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അമ്മച്ചിയുടെ ഭൗമ ശരീരം വാക്കും ഭാഷണവും കൂടാതെ നമ്മെ വിളിച്ചറിയിക്കുന്നത് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. 2, യോസേഫ് മരിച്ചപ്പോൾ പറഞ്ഞ ദൈവം നിങ്ങളെ സന്ദർശിക്കും. പ്രിയ അമ്മച്ചിയും ആ സന്ദർശനത്തിനായി കാത്തിരുന്നു, പക്ഷെ സംഭവിച്ചില്ല. പക്ഷേ പ്രത്യാശയുടെ വാക്കുകൾ പ്രസ്താവിച്ചിരിക്കുക, ദൈവം നമ്മെ സന്ദർശിക്കുമെന്ന്. നിശ്ചയമായിട്ടും കർത്താവിന്റെ കാഹളം ധ്വനിക്കും. നമ്മെ സന്ദർശിക്കുന്ന ഒരു നല്ല സുദിനം ഉണ്ട്. 3 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രിയ അമ്മച്ചി നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തനിക്ക് ലഭിച്ച മക്കളെ ദൈവകൃപയിൽ നിലനിർത്തി പഠിപ്പിച്ചു. ദൈവ വയൽ പ്രദേശത്ത് അധ്വാനിക്കുവാൻ കൊള്ളാകുന്ന ശുശ്രൂഷകന്മാരാക്കി തീർത്തു എന്നുള്ളതാണ് ഏറ്റവും അതിപ്രധാനമായ വിഷയം. പ്രിയമ്മച്ചിയുടെ വേർപാടും ദുഃഖത്തോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗാഡ് ബ്ലസ് യു. Praise the Lord. My name is Steffi and I am here with my husband Jason. I am Amachi's only granddaughter. That's the title that I used to held onto very closely, close to my heart. Amachi was very dear to us. Amachi's passing away has brought a very void in our heart. She has been sick for the last 2 months and we have been praying for her. We've been praying to God to have mercy on her life, but on this 13th when she passed away, it kind of brought a very strong pain and very hard to explain feelings that we had. We know you all been praying for us. There are so many memories that I would like to share with for Amachi from the day I was born. She has been very sweet, Amachi. She had very soft spot for her grandchildren. When any one of us would do any mischief and would run away from our parents, she would come to our rescue in supporting us, and she would take care of us. She was our protector. She loved each one of us very dearly. She would call us on our birthdays, wished us. She would never forget that. Dementia was slowly taking away all our memories, and it was very hard for her to recognize her kids and grandkids. In 2023 when she fell sick, I had the privilege to be with her and to take care of her for 2 months. She was very sick. I used to help her in taking her to walk, helping her to bathe. Though she won't recognize me, she would be always full of love. She would always tell me that may God bless you with abundance. Those were the encouraging words that helped me to move forward in my life. She was a prayer warrior. She prayed for me and all other grandkids. She never showed any partiality to any one of us. She equally loved us. Whenever she visited us, she brought snacks. She knew what each grandkid would love, and she would get those things. She loved to play with us. She loved shawarma. She loved burger. She loved Sprite, which was unlike of any other Amachi. More than anything else, she loved Jesus, and she made sure that her kids and grandkids were following his path and were meditating on his word and have a prayer life. She would always guide us, and she would always tell us that nothing else in this world is more important than following his word, and that's the legacy that she leaves behind. And we as her grandkids and kids are trying our level best to follow those. She was compassionate, she was kind, she was very courageous woman. She showed us how to live
holy life, and she also told her, she also showed us how to live a generous life. I have seen her being very generous and helping the people who were in need, and I hold on to that quality of hers in my life, and we are so blessed to call her as our grandmother. We all the grandchildren, we are so blessed to have her in our life. It was such a blessing that we have seen our life this long. And we hope and we pray that God will comfort all our family members in this difficult phase of our life, and we are waiting to meet her on the other shore. Thank you. Praise the Lord. ഈ സന്ദർഭത്തിൽ ഈ വേദനയുടെ മധ്യത്തിൽ ഞങ്ങൾക്കും ഇതിൽ സംബന്ധിപ്പാൻ ദൈവം അവസരം ഒരുക്കിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിൻ്റെ വേർപാട് ഞങ്ങൾക്ക് എപ്പോഴും വേദന ഉണ്ടാക്കിയത് ആയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഞങ്ങൾക്കിതിനിടയിൽ വെച്ച് ഒന്ന് കാണുവാനോ കേൾക്കുവാനോ ഞങ്ങളാൽ സാധിച്ചില്ല. ഞങ്ങൾ അമേരിക്കയിലായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് മമ്മി നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയി. ആ സമയത്ത് ഞങ്ങൾ പോയി കണ്ട് മമ്മിയെ കണ്ട് ഞങ്ങൾ പോയിരുന്നു. എന്നാൽ അതിന് ശേഷം ഞങ്ങൾ അമേരിക്കയിലായിരുന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് മമ്മിയെ കാണുവാനോ കേൾക്കുവാനോ സാധിച്ചില്ല. എങ്കിലും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും ഇടപെടാറുള്ള പ്രാർത്ഥനയിൽ മമ്മിയെ പ്രത്യേകം ഓർക്കുകയും പ്രത്യേകിച്ച് ജോയിമാനെ പ്രത്യേക കുടുംബത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ വേളയിൽ എൻ്റെ 3ാമത്തെ മോളാണ് ഇവിടുത്തെ ഇളയ മോൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. എൻ്റെ ജോയിമാനും ഇതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം വന്ന് കാണുവാനും ശുശ്രൂഷിപ്പാനും കർത്താവ് സഹായിച്ചു. അങ്ങനെ ജോസുമോനും മക്കൾ 3 പേരും പ്രിയ മമ്മിയുടെ അവസാന സമയങ്ങളിൽ ശുശ്രൂഷിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു. അനേക മാതാപിതാക്കൾക്ക് ലഭിക്കാത്തതായ ഒരു ഭാഗ്യമാണ് പ്രിയ മമ്മിക്ക് കർത്താവ് കൊടുത്തത്. അതിന് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ ഈ ദുഃഖവേളയിൽ എല്ലാ പ്രിയപ്പെട്ടവരോടും കുടുംബത്തോടും ഞങ്ങളും പങ്കാളിയായി എത്തിയിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവീയ സമാധാനത്താൽ അവിടുന്ന് കാക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പാട്ടുകാരൻ പാടുന്നത് പോലെ അവൻ എൻ്റെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ആ നല്ല ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് തുടർന്നുള്ള സമയം കഴിപ്പാൻ കർത്താവ് ആയുസ് തരട്ടെ, ഭാഗ്യം തരട്ടെ. പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. നാമത്തിന്റെ മഹത്വം. ദുഃഖത്തിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കും ആശ്വാസപ്രദനായ ദൈവം ഹൃദയങ്ങളിൽ സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ വർഗീസ്. എൻ്റെ ഭാര്യയുടെ പേര് ലിസിക്കുട്ടി വർഗീസ്. ഞങ്ങളുടെ മകൻ്റെ സഹധർമ്മിണി സെഫിയുടെ വല്യമ്മച്ചിയാണ് അക്കരെ നാട്ടിലേക്ക് തൻ്റെ പ്രിയന്റെ ഭവനത്തിലേക്ക് നമ്മെ വിട്ട് യാത്രയായത്. പ്രിയ മാതാവിനെ കഴിഞ്ഞ വർഷം ആരംഭത്തിൽ കാണുവാനും ചില ദിവസങ്ങൾ ചെലവഴിക്കുവാനും കർത്താവ് കൃപ ചെയ്തു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഭാഗ്യമുള്ള മക്കളുടെ ഭാഗ്യമുള്ള മാതാവ് എന്ന് പ്രത്യേകിച്ച് ഞാൻ ഇന്ന് എടുത്തു പറയുകയാണ്. ഭാഗ്യം ചെയ്ത മക്കളുടെ ഭാഗ്യം ചെയ്ത മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനവും രേഖപ്പെടുത്തുന്നു. കടന്നു വരുവാൻ ആഗ്രഹമുണ്ടായിരുന്നു, എങ്കിലും കടന്നു വരുവാൻ സാധിച്ചില്ല. അക്കരെ നാട്ടിൽ കാണാമെന്ന പ്രത്യാശയോടെ വിട ചൊല്ലുന്നു. ദൈവം കുടുംബത്തിനും കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്കും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും കർത്താവ് ആശ്വാസം നൽകി കൊടുക്കുമാറാകട്ടെ, സമാധാനം നൽകി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് എബി മാമൻ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ മാത്യു സേവനമനുഷ്ഠിക്കുന്ന മകനദാൻ ഫെലോഷിപ്പ് ദൈവസഭകളുടെ ഇന്റർനാഷണൽ പ്രസിഡന്റായും ജോർജിയയിലുള്ള അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിന്റെ സീനിയർ പാസ്റ്ററായും ഞാൻ സേവനമനുഷ്ഠിക്കുന്നു. 8 പതിറ്റാണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട
വാത്സല്യ മാതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന ഞാൻ ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ മാത്യുവും അദ്ദേഹത്തിന്റെ സഹോദരന്മാരായിരിക്കുന്ന ബ്രദർ കുരുവിള മാത്യു, പാസ്റ്റർ ജോജി മാത്യു എന്നിവരെയും അവരുടെ കുടുംബങ്ങളെയും സർവകൃപാലുവായിരിക്കുന്ന കർത്താവ് സ്വർഗീയ സമാധാനത്താൽ നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേർപാട് ഏതൊരു കാലഘട്ടത്തിലും വേദനാജനകമാണ്. എന്നാൽ ആ വേദനയെ കവിയുന്നതായ പ്രത്യാശ ദൈവം നമ്മുടെ ഉള്ളങ്ങളിൽ പകർന്നിരിക്കുന്നു. നിത്യതയുടെ തീരങ്ങളിൽ വാത്സല്യ മാതാവിനെ കാണാം എന്നുള്ള ആ പ്രത്യാശ, പ്രിയ മാതാവിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ദൈവത്തെ ധാരാളമായി സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആയുസ്സിന്റെ കാലഘട്ടം തികയ്ക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ശക്തന്മാരും കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിൽക്കുവാൻ പ്രാപ്തന്മാരുമായ 3 തലമുറകളെ വാർത്തെടുക്കുവാൻ വാത്സല്യ മാതാവിന് കഴിഞ്ഞു എന്നുള്ളത് തികച്ചും ഓർക്കേണ്ടതും അഭിനന്ദനാർഹവുമായിരിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. വരും കാലഘട്ടങ്ങളിൽ ആ മാതാവ് കാണിച്ചതായ മാതൃക പിൻപറ്റിക്കൊണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ഈ വാത്സല്യ സഹോദരന്മാരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്തരുണത്തിൽ മകനേദാൻ ഫെലോഷിപ്പ് ദൈവസഭകളുടെയും അപ്പോൾ തന്നെ ജോർജിയയിലുള്ള അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിലെ ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും എല്ലാ ദുഃഖവും പ്രത്യാശയും എന്റെ കുടുംബത്തിലെയും എന്റെ ഭാര്യ ലിച്ചിയുടെയും ഞങ്ങളുടെ മക്കളുടെയും പ്രത്യാശയും ദുഃഖവും ഈ പ്രിയപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് പാസ്റ്റർ മാത്യു കെ ഫിലിപ്പ്. ഞാൻ നമ്മെ വിട്ട് വാങ്ങിപ്പോയ പ്രിയ മാതാവിൻ്റെ 2ാമത്തെ മകൻ പ്രിയ കുരുള മാത്യു ബ്രദറും അല്ലെങ്കിൽ ജോസ് ബ്രദറും കുടുംബവും ആരാധിച്ചു വരുന്ന ഹ്യൂസ്റ്റണിലുള്ള ഹ്യൂസ്റ്റൺ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ പാസ്റ്ററാണ്. 2017 പ്രിയ മാതാവ് അമേരിക്കയിൽ വന്നപ്പോഴും അതുപോലെ നാട്ടിലൊരു വിവാഹ ശുശ്രൂഷയിലും ഞങ്ങൾ തമ്മിൽ കാണുവാൻ സംസാരിക്കാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രിയ മാതാവിനെക്കുറിച്ച് പ്രിയ ഭവനക്കാരിൽ നിന്നൊക്കെ കേൾക്കുവാനും ഇടയായി തീർന്നു. തന്റെ ഭർത്താവ് നിത്യതയിൽ ചേർക്കപ്പെട്ടതിന് ശേഷം 3 ആൺമക്കളെയും താന് വളരെ ദൈവഭയത്തിലും ദൈവഭക്തിയിലും വളർത്തി അവരെ ഒരു നല്ല മാതൃകയോടെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്റെ ജീവിതത്തിന്റെ വിജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവൾ 2 പേര് മുഴുവൻ സമയ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഹ്യൂസ്റ്റണിലായിരിക്കുന്ന പ്രിയ ജോസ് ബ്രദറും കുടുംബവും അവരെ വളരെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന തങ്ങളുടെ ബിസിനസ്സിനോടൊക്കെ തന്നെ ഒരുമിച്ച് വളരെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച് ഈ സഭയിൽ വളരെ സജീവ അംഗങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. പ്രിയ ജോയിച്ചാനെയും ജോജി പാസ്റ്ററേയും എനിക്ക് വളരെ അടുത്തറിയാവുന്നതും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ ഫോണിൽ സംസാരിക്കുന്നതുമാണ്. അവരുടെയൊക്കെയും ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ധന്യമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിപ്പാൻ പ്രിയ അമ്മാമയ്ക്ക് ദൈവം അവസരം നൽകി. കുഞ്ഞുങ്ങളെ നന്നായി ദൈവഭക്തിയിൽ വളർത്താൻ ശുശ്രൂഷയ്ക്കായി അവരെ അയക്കുവാൻ ഒക്കെ ആ പ്രിയ മാതാവിന് ദൈവം കൊടുത്ത ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. പ്രിയ കർത്താവിന്റെ ദാസി വളരെ വിജയകരമായൊരു ജീവിതം, ധന്യമായൊരു ജീവിതം നയിച്ചു. കർത്താവിന്റെ ദാസി പ്രതിഫലം വാങ്ങുവാൻ ദൈവസന്നിധിയിലേക്ക് വിശ്രമത്തിനായി കടന്നുപോയിരിക്കുന്നു. കർത്താവ് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹ്യൂസ്റ്റൺ ചർച്ച് ഓഫ് ഗോഡിന്റെ എല്ലാ അനുശോചനവും പ്രത്യാശയും കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. എൻ്റെ പേര് കൊച്ചുമോൻ. മണിമാമയുടെ മൂത്ത സഹോദരൻ്റെ 2ാമത്തെ മോനാണ്. ഞങ്ങൾ പാലക്കാട് താമസിക്കുന്നു. മണിമാമയെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ പറയാനുണ്ട്. ഒരു പുസ്തകം എഴുതിയാൽ പോലും തീരാത്ത പോലെ മണിമാമയെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ മണിമാമ എന്ന് വിളിക്കുന്ന എൻ്റെ മാവി
ക്രിസ്തുവിൽ അനേക ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായിരുന്നു. മണിമാമ കർത്താവിൽ നീതിയുള്ള ഒരു മാതാവായിരുന്നു. കർത്താവിൽ വിശ്വസ്തതയുള്ളവളായിരുന്നു. മടുത്തു പോകാതെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എൻ്റെ മണിമാമയ്ക്കുണ്ടായിരുന്നു. ഞാൻ വളരെ അടുത്തറിഞ്ഞിട്ടുണ്ട്. ദൈവത്തോടെ ഒരു പിറുവെപ്പോ ഒരു ഭാരമോ ഇല്ലാതെ കർത്താവിനെ സ്നേഹിച്ച് അവസാനത്തോളം ഒരു പിറുവെപ്പ് കൂടാതെ ദൈവത്തോടൊരു പരാതിയില്ലാതെ അവസാനം വരെയും കർത്താവിനെ സ്നേഹിച്ചു. ദൈവമാമയ്ക്ക് 3 മക്കളെ കൊടുത്തു. അവരെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ അമ്മയ്ക്ക് ഒരു മടിയുണ്ടായില്ല. അവർക്ക് ലോകത്തിൽ ശ്രേഷ്ഠന്മാരായി ജീവിക്കാമായിരുന്നു. പക്ഷെ മണിമാമയെ ദൈവത്തിന് സമർപ്പിച്ചു. പക്ഷെ ദൈവമോ അവരെ ശക്തമായി ഉപയോഗിക്കുന്നത് കാണുവാൻ ആ മാതാവിനെ ദൈവം ഭാഗ്യവും കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. മണിമാമയുടെ അവസാന നാളുകളിൽ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ എനിക്കും സുററ്റിൽ ചെന്ന് അമ്മാമയെ കാണുവാൻ ദൈവം ഭാഗ്യം തന്നു. സംസാരിക്കുവാൻ ബുദ്ധിമുട്ടും ചില പ്രയാസങ്ങളുണ്ടെങ്കിലും ക്രിസ്തുവിൽ വളരെ സുബോധത്തോടും പ്രത്യാശയോടും ദൈവത്തിന്റെ സ്നേഹത്തോടുമായിരുന്നു ഞാൻ കണ്ടപ്പോൾ ആ ചില അന്ത്യനാളുകൾ. വളരെ സുബോധത്തോടെ പ്രത്യാശയോടെ ദൈവസ്നേഹത്തിൽ നിറഞ്ഞൊരു ഭാവമാണ് എനിക്ക് അമ്മാമയിൽ നിന്ന് കാണുവാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. തിമോഥെയോസിനെ കുറിച്ച് പറയുന്നത് പോലെ മക്കളും കൊച്ചുമക്കളും തലമുറയായി അമ്മാമ കാണിച്ച ആ ദൈവത്തോടുള്ള സ്നേഹത്തിലും ആ വിശ്വസ്തതയിലും ആ വിശ്വാസത്തിലും വർദ്ധിച്ചു വരുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവ് വരുമ്പോൾ മണിമാമയോട് ചേർന്ന് നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് സ്വർഗത്തിൽ ചെല്ലാം. ആ നിത്യതയിൽ മണിമാമയോട് ചേർന്ന് കർത്താവിൽ സന്തോഷിപ്പാൻ നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് കർത്താവിൽ ഞാൻ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട മണിയമ്മാമയുടെ വേർപാടിനെ കുറിച്ച് ഞാൻ അറിയുമ്പോൾ ഞാൻ ഇന്ത്യയിൽ ഇല്ലായിരുന്നു. എന്നാൽ പ്രിയ മണിയമ്മാമ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നതിനും ചില ദിവസങ്ങൾക്ക് മുമ്പ് മണിയമ്മാമയുടെ 2ാമത്തെ മകൻ സഹോദരൻ ജോസിന്റെ കൂടെ തന്റെ വൈഫ് ഗ്രേസ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഞാനായിരുന്നു. അന്ന് പ്രിയ അമ്മാമയെക്കുറിച്ച് ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മണിയമ്മാമയുടെ മരണവാർത്ത അറിയുന്നത്. എനിക്ക് ഫ്യൂണറൽ സർവീസിൽ അറ്റൻഡ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. അതിലെനിക്ക് വിഷമമുണ്ട്, അല്പമല്ലാത്ത വിഷമമുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയൊരു പ്രത്യാശ നമുക്കുണ്ട്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 40 വർഷത്തോളമായി 38 വർഷത്തോളമായി എനിക്ക് മണിയമ്മാമയുമായി മണിയമ്മാമയുടെ മക്കള് പാസ്റ്റർ ജോൺ മാത്യു കുടുംബം, ഡോക്ടർ ജോസ് കുടുംബം, ഡോക്ടർ ജോജി കുടുംബമായിട്ട് എനിക്കുണ്ട്. 1989 പാസ്റ്റർ ജോൺ മാത്യുവിനെ പരിചയപ്പെട്ട അന്നു മുതലാണ് ആ കുടുംബവുമായിട്ട് എനിക്ക് ഒത്തിരി അടുക്കുവാനായിട്ടിടയായി തീർന്നത്. പാസ്റ്റർ ജോൺ മാത്യു എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ സ്നേഹിച്ചു, ഞാനും തിരിച്ചു സ്നേഹിച്ചു. ഇന്നും അങ്ങനെ തന്നെയാണ്. ആ കുടുംബം ഞങ്ങൾക്കൊത്തിരി ആശ്വാസമായി പരിചയപ്പെട്ട അന്നു മുതൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ മണിയമ്മാമയെ മനസ്സിലാക്കിയെടുത്തോളം ഒത്തിരി അടുത്ത് സംസാരിപ്പാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും പുഞ്ചിരിക്കുന്ന, എപ്പോഴും സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളെയും കാണുന്ന, വളരെ വ്യത്യസ്തമായ ദൈവിക അനുഗ്രഹങ്ങളുള്ള ഒരമ്മാമയായിരുന്നു മണിയമ്മാമ. മക്കളോടാണെങ്കിലും പാസ്റ്റേഴ്സിനോടാണെങ്കിലും ബന്ധുക്കളോടാണെങ്കിലും ഒരു പരിഭവവും ഒന്നിനുമില്ലാത്ത, എല്ലാം സന്തോഷത്തോടെ പുഞ്ചിരിയോടുകൂടെ സഹിക്കുന്ന, എല്ലാവരെയും നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ഒരു ജീവിതത്തിനുടമയായിരുന്നു പ്രിയ മണിയമ്മാമ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മണിയമ്മാമ ഇന്ന് ബെറ്റർ പ്ലേസിലെത്തിയല്ലോ.
നമുക്കെല്ലാവർക്കും ഒരു വലിയ പ്രത്യാശയുണ്ട്. ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും നമ്മുടെ ഉറ്റവരുടെ വേർപാട് ആഴത്തിൽ നമ്മളെ മുറിവേൽപ്പിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത വേദനയാണ്. ഞാനത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കത് അനുഭവത്തിൽ കൂടെ പറയുവാനായിട്ട് കഴിയും. പക്ഷേ ആ വേദനയുടെ നടുവിലും നമുക്ക് മഹത്വകരമായൊരു പ്രത്യാശ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഉള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. കുടുംബാംഗങ്ങളെ, മക്കളെ, കൊച്ചുമക്കളെ, എന്റെയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ജാസ്മിന്റെ ഹസ്ബൻഡ് ജോൺ, അവരുടെ കുഞ്ഞുങ്ങള്, മോൻ ജസന്റെ വൈഫ് ഷാരൻ, പ്രിയ മോന്, അതുപോലെ ഇന്ത്യയിൽ ഒട്ടുമുക്കാലും സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മസീഹ് മണ്ഡലി സഭകളുടെയും ശുശ്രൂഷകന്മാരുടെയും ഫെലോഷിപ്പ് ആശ്രം ട്രസ്റ്റിന്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും അതിന്റെ പ്രവർത്തകരുടെയും മിഷണറി ജാനസ് അജി മാത്യു ഫൗണ്ടേഷൻ കുടുംബാംഗങ്ങളുടെയും ഹൃദയംഗമായ അനുശോചനവും അതിലുപരി ക്രിസ്തുവിലുള്ള പ്രത്യാശയും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കട്ടെ. കർത്താവ് കംഫോർട്ട് ചെയ്യട്ടെ. നമ്മുടെ യേശു വരാറായി. യേശുവിന്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മേ ഗോഡ് ബ്ലസ് യു. പൗലോസ് ഇങ്ങനെ പറയുന്നല്ലോ, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അങ്ങനെ പ്രിയ മാതാവ് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടുവെങ്കിലും തന്റെ ഓട്ടം ഓടി വിശ്വാസം കാത്തു. താൻ ഇനിയും തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ പ്രതിഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദാനിയേലിനോട് കർത്താവ് പറഞ്ഞതുപോലെ, ദാനിയേൽ നീ പോയി വിശ്രമിക്കുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. അന്ന് നമുക്ക് വീണ്ടും പ്രിയ മാതാവിനെ കാണാമെന്നുള്ള പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന കർദാസൻ പാസ്റ്റർ ജോജി മാത്യു കുടുംബം. അവർ കഴിഞ്ഞ 6 വർഷങ്ങൾ ഈ ദേശത്ത് ടൊൾസയിൽ ബദേൽ ഇന്ത്യൻ ക്രിസ്ത്യൻ അസംബ്ലിയുടെ സീനിയർ പാസ്റ്ററായി ശുശ്രൂഷിച്ചു. അവരുടെ സേവനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നതോടൊപ്പം തന്നെ പ്രിയ മാതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ എല്ലാവരെയും സർവകൃപാലുവ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബദേൽ ഇന്ത്യൻ ക്രിസ്ത്യൻ അസംബ്ലിയുടെ സകല അനുശോചനങ്ങളും ഈ സമയത്ത് ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ ദൈവദാസൻ പാസ്റ്റർ ജോൺ മാത്യുവിന്റെ സഹധർമ്മിണി സൂസന്റെ കുടുംബത്തോടെ ബന്ധത്തിലാണ് 2 വാക്കുകൾ പ്രിയ അമ്മച്ചിയുടെ അന്ത്യയാത്ര വഴിയായി പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. വാസ്തവത്തിൽ അവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവിന്റെ ദാസിക്ക് ഒരു അന്ത്യയാത്ര വഴി പറയുവാൻ കടപ്പെട്ടവരാണ് ഞാൻ. എങ്കിലും ശാരീരികമായ ചില ബന്ധപ്പാടുകൾ മൂലവും അപ്പോൾ തന്നെ യാത്രയുടെ ക്രമീകരണങ്ങൾക്ക് വന്ന ചില ബന്ധപ്പാടുകൾ നിമിത്തവും അവിടെ വന്ന് പങ്കെടുക്കുവാൻ കഴിയുന്നില്ല. എങ്കിലും ഞങ്ങളെല്ലാവരും വിവിധ ഇടങ്ങളിൽ ഓൺലൈനായി ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥനയോടെ ആയിരിക്കുകയും ചെയ്യുന്നു. പ്രിയ സൂസന് 4 സഹോദരിമാരും ഒരു സഹോദരനുമാണ് ഉള്ളത്. ഞങ്ങൾ എല്ലാവരും അവിടെ വരേണ്ടതാണ്. എല്ലാവർക്കും അതിനുള്ള താല്പര്യം ഉള്ളവരാണ്. 4 വിവിധ പ്രയാസങ്ങളുടെ മൊത്തത്തിൽ വിവിധ ഇടങ്ങളിലായതിനാൽ ഞങ്ങൾക്ക് അതിന് സാധിക്കാതെ പോയി. എങ്കിലും ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ മാതാവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ, ആരോഗ്യത്തോടെ ഇരുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഭവനത്തിൽ വരികയും ഒരപ്പന്റെ മക്കളായി ഒരപ്പത്തിന്റെ അംശികളായി സന്തോഷിക്കുന്ന ദിനങ്ങൾ, സന്തോഷിച്ച രാത്രങ്ങൾ ഇന്നത്തെ പോലും ഞാൻ ഓർത്തു പോവുകയാണ്. 2 കുടുംബങ്ങളാണെങ്കിൽ ഞങ്ങൾ ഒരു ഭവനത്തിലെ അംഗങ്ങളെ പോലെയാണ് ഓരോ കാര്യങ്ങളും സഹകരിച്ച് വന്നിരുന്നത്. ആ സ്നേഹത്തെ ഒരിക്കലും വിസ്മരിക്കുവാനും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പറയുവാനുള്ളത്, ഞങ്ങൾ സഹോദരങ്ങൾ വിവിധ ഇടങ്ങളിൽ ഇരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ഈ ദുഃഖത്തിൽ പങ്കുകാരാകുന്നു. അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയുവാനുള്ളൊരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറയുന്ന പോലെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. കർത്താവ് പറയുന്നു, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്.
ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടത് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ തന്നെ ഇതേ വാചകം ധന്യനായ പൗലോസ് 4:14 ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്ക് പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടി ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്രയിച്ചു കൊള്ളുവൻ. ഞങ്ങളുടെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും ദുഃഖവും പ്രത്യാശയും നിങ്ങളെ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ലോകത്തിൻ്റെ സംഭവങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. എത്രയും വേഗം നാം കാഹളം കേൾക്കും. പ്രിയ ദൈവദാസിയോട്, പ്രിയ അമ്മച്ചിയോട് ചേർന്ന്, മാതാവിനോട് ചേർന്ന് ദൈവസ്ഥനെ നാം സന്തോഷിക്കുന്ന സുദിനം ആസന്നമായിരിക്കുന്നു. ഇപ്പോൾ അമ്മച്ചിയോട് എനിക്ക് പറയാനുള്ള, അമ്മച്ചി പോയി വരിക. അവസാന നാൾ നാം ഒത്തുചേരുന്ന ഒരു ദിനമുണ്ട്. ആ നാൾ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, സമാധാനിപ്പിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. Praise the Lord. I'm Justin, the eldest grandson of our beloved Amachi. Today I would like to take some time to share some memories and the impact she had in our lives. Our Amachi loved her family deeply, cared for everyone in her own special way, and faithfully prayed for each one of us. While growing up, the most exciting bit for me was the summer vacation which we used to take as a family. We used to go to Kerala for a couple of weeks and spend some time with Amachi and our cousins. Those were the days with love, laughter, and really good food. At that moment, we didn't realize how important those moments were, but today when I'm looking back, I cherish every single one of them. Our Amachi had a beautiful way of enjoying simple things in life. She used to love shawarmas and cream rolls. She used to call it as churuttu, and she used to love them. Our Amachi was a person of hope and quiet faith, always trusting in God and believing that God will make a way in the darkest spaces. Although our hearts are heavy with our passing, we are comforted by the hope we have in Christ that we will be meeting our Amachi soon on the other shore. Thank you. Praise the Lord. ഞാൻ ഡോക്ടർ തോമസ് ജോർജ്, കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. പാസ്റ്റർ ജോൺ മാത്യു കുടുംബം എൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബറാണ്. കഴിഞ്ഞ പ്രാവശ്യം അവർ അമ്മച്ചിയുമായി നാട്ടിൽ വന്നപ്പോൾ അമ്മച്ചിയെ ചികിത്സിക്കാനൊരു സാഹചര്യമുണ്ടായി. അമ്മച്ചി വളരെ ശാന്തതയോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് ചികിത്സ സ്വീകരിച്ചത്. അമ്മച്ചിയുടെ വേർപാട് കുഞ്ഞുങ്ങൾക്കും സഹോദരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സഭകൾക്കും എല്ലാം വളരെ വേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവം അവരെല്ലാം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ അമ്മച്ചിയെ ഇനിയും കണ്ടുമുട്ടാം എന്ന പ്രത്യാശയോടെ എൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനം ഈ സമയത്തെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Life and death is a reality of life. And the blessing of our life is to know Lord so that we may not die in sin, but we may die in Christ. Bible says, blessed are those who die in the Lord. And at this point of time, our dear Amachi is with the Lord. And it is my tribute to say a few things about this. I don't know particularly about the life of our dear Amachi, but I know Amachi through their children. Pastor John Matthew, Pastor Joji Matthew, and also then the generation next through Steffi. I am pastor for Steffi, and I had an opportunity to meet her last year when I went to Gujarat, and I could see what she was suffering. But I could see a grandmother with great hope in Christ, someone who loved the Lord.
And this could be seen in the life of her children. So this was a legacy that I have experienced through their children and through the grandchildren. Steffi is in my church, and I'm so glad that I'm her pastor. I'm so proud to say that, because the family values that she carries through her grandmother and then through her parents, that shows the faith and the life that was well lived by this grandmother. So we as church, and I, Shibu Thomas, the pastor of Calvary Assembly, we stand with the family. We know it's a time of sorrow, but it's also the time to reflect on God's faithfulness. Lord's time, Lord has taken, and she's very much active and alive in the Lord, though we will miss her. So as church, we stand with you in prayers. We pray that God will give you comfort and God will strengthen you. Our prayers and our blessings are always with you. May the Lord strengthen you all. ഏകകർത്താവും ഏകരക്ഷിതാവുമാകുന്ന ക്രിസ്തേശുവിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ വിട്ട് കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയ മണിമാമയുടെ ധന്യജീവിതത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അമ്മാമയുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നത് എൻ്റെ പ്രിയ പപ്പ പാസ്റ്റർ ജി ലൂക്കോസ് പെന്തക്കോസ്ത് ദൈവസഭയുടെ കാരായ്മ സഭാ ശുശ്രൂഷകനായി ചാർജ് ഏറ്റെടുക്കുന്ന കാലയളവ് മുതലാണ്. 1977-80 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ ബന്ധം. അന്ന് അവിടെ ഒരു ചർച്ച് ഹാളില്ല, ഒരു പാഴ്സണേജ് ഇല്ല, ഓടിട്ട ചോർന്നൊലിക്കുന്ന ടോയ്ലറ്റ് ഇല്ലാത്ത, ബാത്റൂം ഇല്ലാത്ത, ചുറ്റും കമ്മ്യൂണിസ്റ്റ് ചെടി കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുരയിടത്തിലുള്ള ഒരു കൊച്ചു വീട്ടിലാണ്, വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. അതിൻ്റെ തൊട്ടടുത്താണ് മണിമാമയും കുടുംബവും അന്ന് അവർ താമസിച്ചത്. അപ്പോൾ ഞാൻ പ്രിയ ജോയിച്ചാന്, ജോസ്ചാന്, കൃതാന്താസൻ, ജോജി, ഞങ്ങളെല്ലാം വളരെ ഒരു വീട് പോലെ അന്ന് അവിടെ കഴിഞ്ഞിരുന്നു. ഞങ്ങൾ, എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും 6 മക്കളാണ്. ദൂരെ ഒക്കെ പോകുമ്പോൾ, ഭവന സന്ദർശനമൊക്കെ പോകുമ്പോൾ പപ്പയും മമ്മിയും മണിയമ്മാമ്മയെ ഏൽപ്പിച്ചിട്ടാണ്, ഞങ്ങൾ മക്കളെ ഏൽപ്പിച്ചിട്ടാണ് പലപ്പോഴും പോകുന്നത്. പപ്പയും മമ്മി പലപ്പോഴും പറയാറുണ്ട്, അമ്മാമ്മ പറയുമായിരുന്നു, പാസ്റ്റർ അമ്മാമ്മ എവിടെ വേണമെങ്കിലും പോയിക്കോ, മക്കളെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഒരു വളരെ ദൃഢമായൊരു ബന്ധം അന്ന് മുതൽ ഞങ്ങൾക്കുണ്ട്. അതുപോലെ പ്രിയ ജോയിച്ചാൻ, ജോസ്ചാനും കർത്താദാസൻ, ജോജിയൊക്കെ അവിടുത്തെ യൂത്ത് മീറ്റിങ്ങിനൊക്കെ വരുമായിരുന്നു, വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു. അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അന്നവർ മർത്തോമ വിശ്വാസത്തിലാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പിന്നീടാണ് വന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം അമ്മമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പിന്നീടാണ് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്കും വന്നത്, വിശ്വാസമാണ് സ്വീകരിച്ചെങ്കിലും മോൻ്റെ പപ്പായാണ് സ്നാനത്തിൻ്റെയും രക്ഷയുടെയും ഒക്കെ വിത്തുകൾ ഞങ്ങളുടെ ഉള്ളിൽ പാകി തന്ന്. പിന്നീട് പ്രിയ ജോയിച്ചാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോൾ ഞങ്ങളന്ന് പുന്തലിൽ താമസിക്കുമ്പോൾ പപ്പ എടുത്തത് പറയാനും പ്രാർത്ഥിപ്പിക്കാനും വെച്ചാൽ വന്നപ്പോൾ ഞാൻ ഓർക്കും, പപ്പായ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പപ്പയുടെ വീട്ടിൽപ്പെട്ട ആരെങ്കിലും ജോയിച്ചാൻ്റെ ജീവിത സഖിയായി വരണം. അങ്ങനെയാണ് പപ്പയുടെ അമ്മാച്ചൻ്റെ മോളായ പ്രിയ സൂസമ്മാമ്മയെ ആലോചിക്കുകയും പ്രിയ ജോയിച്ചാൻ്റെ ജീവിത സഖിയായി വരുന്നത്. അന്ന് മുതലായപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബന്ധം കുറച്ചുകൂടെ ശക്തവുമായി ആ തലത്തിൽ. പിന്നീട് രാജസ്ഥാനിലേക്ക് ഞാൻ 1991 സൂക്ഷ്യവേലയ്ക്ക് വേണ്ടി വരുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവീടെന്ന് പറയുന്നത് സൂററ്റിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയ ജോയിച്ചാനും അമ്മാമയാണ്, സൂസ്മാമയാണ്. അവിടെ ഞാൻ മിക്കവാറും വരുമായിരുന്നു. എനിക്ക് അവിടെ എപ്പോൾ കിട്ടുമ്പോഴും വരും. അപ്പോൾ ആ പോകുമ്പോഴെല്ലാം പ്രിയ മിക്കവാറും അമ്മാമയുണ്ടായിരുന്നു, മണിമാമയുണ്ടായിരുന്നു. അതുപോലെ ഞാൻ UK നിന്ന് ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോഴും എൻ്റെ അമ്മാമയുടെ സൂററ്റിൽ പോകും, അപ്പോഴും മണിമാമ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2013 ഞാൻ മണിമാമയെ അവസാനമായി കാണുന്നത്. അന്ന് ജോയിച്ചാൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അമ്മാമ അവിടെ ഉണ്ടായിരുന്നു. അമ്മാമയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ എൻ്റെ ഒബ്സർവേഷനിൽ അമ്മാമയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്: പ്രാർത്ഥിക്കുന്ന, കരുതുന്ന, പരാതിയില്ലാത്ത, സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വനിത.
അങ്ങനെയുള്ള അമ്മമാർ, പപ്പമാർ, സഹോദരങ്ങളുടെ അഭാവമാണ് ഇന്നാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം. അങ്ങനെ നോക്കുമ്പോൾ ഒരു നഷ്ടമാണ് നമുക്ക്. എങ്കിലും നമ്മൾ കർത്താവിനെ, താൻ പ്രത്യാശിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താൻ ചേർക്കപ്പെട്ടല്ലോ, നാമും അവിടേക്കൊരു നാൾ പോകേണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ആ പുനരുദ്ധാന ദിവസത്തിൽ പ്രിയാമണി അമ്മാമ തേജസ്സേറിയ ശരീരത്തോടെ അമ്മാമയെ നമുക്ക് കാണാം. ദൈവത്തിൻ്റെ പരിശുദ്ധന്മാതിനായി നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. അതോടൊപ്പം തന്നെ ദുഃഖത്തിലായിരിക്കുന്ന ആ പ്രത്യാശ ഉണ്ടെങ്കിൽ തന്നെ ശാരീരികമായിട്ടുള്ള അമ്മാമ്മയുടെ വേർപാടിൽ, താൽക്കാലിക വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ജോയിച്ചാനെയും സൂസമാമയും കുഞ്ഞുങ്ങളെയും ജോസ് ചാനെയും കുടുംബത്തെയും കർത്താർദാസൻ ഡോക്ടർ ജോജിയെയും കുടുംബത്തെയും സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മമ്മിയുടെ എലിയാം ലൂക്കോസ്, എൻ്റെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും, ഡേയ്സ് മാമ, ഷേൽ മാമ, ഷൈനി, സോനു, സന്തോഷ്, ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളുടെയും വിശേഷാൽ എൻ്റെയും ജോയിസിൻ്റെയും പേരിലുള്ള കണ്ടോളൻസ് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആശ്വാസത്താലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും സമാധാനിപ്പിക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദേഹസഹിതനായി ഞാൻ ദൈവത്തെ കാണും. ഈ കാൺമതെല്ലാം താത്കാലികം. സൗന്ദര്യമോടെ ഞാൻ യേശുവെ ദർശിക്കും. ഈ വൈരൂപ്യം താത്കാലികം. ദേഹസഹിതനായി ഞാൻ ദൈവത്തെ കാണും. ഈ കാൺമതെല്ലാം താത്കാലികം. സൗന്ദര്യമോടെ ഞാൻ യേശുവെ ദർശിക്കും. ഈ വൈരൂപ്യം താത്കാലികം. യേശു ഒരുക്കും സുന്ദരഗേഹം ആത്മാവിലെനിക്കു നിത്യസൗധം പ്രാപിക്കുമൊരു നാൾ നിശ്ചയം നിശ്ചയം. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഏതനിലുടഞ്ഞ മൺപാത്രമീ ഞാൻ കുശവന ക്രൂശിൽ ദത്തെടുത്തെന്നെ. മാനപാത്രമായി പുനരൂപം നൽകി ഉന്നത സ്വർഗത്തിൽ പൗരത്വവും. ഏതനിലുടഞ്ഞ മൺപാത്രമീ ഞാൻ കുശവന ക്രൂശിൽ ദത്തെടുത്തെന്നെ. മാനപാത്രമായി പുനരൂപം നൽകി ഉന്നത സ്വർഗത്തിൽ പൗരത്വവും. യേശു ഒരുക്കും സുന്ദരഗേഹം ആത്മാവിലെനിക്കു നിത്യസൗധം പ്രാപിക്കുമൊരു നാൾ നിശ്ചയം നിശ്ചയം. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഞാനൊരു പുൽനാമ്പാം വീഴുന്ന പാഴ്ചെടി
നീതത്തു വീണാലും പ്രാപിക്കും ഒരു നാൾ ജീവഗേഹം. ഞാനൊരു പുൽനാമ്പാം വീഴുന്ന പാഴ്ചെടി, വാടുന്ന പൂവല്ലേ എന്തു ശോഭ. ഈ ചെറുകൂടാരം നീതത്തു വീണാലും പ്രാപിക്കുമൊരു നാൾ ജീവഗേഹം. യേശുവൊരുക്കും സുന്ദരഗേഹം, ആത്മാവിലെനിക്കു നിത്യസൗധം. പ്രാപിക്കുമൊരു നാൾ നിശ്ചയം നിശ്ചയം. ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവൊരുക്കും സുന്ദരഗേഹം, ആത്മാവിലെനിക്കു നിത്യസൗധം. പ്രാപിക്കുമൊരു നാൾ നിശ്ചയം നിശ്ചയം. ഹല്ലേലൂയാ ഹല്ലേലൂയാ.